വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ ഇന്ന് 2 സൈസ് അച്ചാർ ഇട്ടിട്ടുണ്ട്. ഞാനല്ല ഇട്ടത്, എൻ്റെ ചേട്ടത്തിയാണ് ഇട്ടത്. എന്നിട്ട് ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു, ഉലുവ ഇട്ട് കൊടുത്തു, കടുക് ഇട്ട് കൊടുത്തു. അതിനുശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, പച്ചമുളക് ഇട്ട് കൊടുത്തു, അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ ഇന്നിടുന്ന അച്ചാർ എന്തോന്ന് പറഞ്ഞില്ലല്ലോ, കറുനാരങ്ങ അച്ചാർ കേട്ടോ. അതിൽ കറുനാരങ്ങ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി ഒന്ന് അതിൻ്റെ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറി വരുമ്പോഴേക്കും നമുക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നാരങ്ങ ഇട്ട് കൊടുക്കാം, കറുനാരങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഞാനിന്ന് കറുനാരങ്ങ മഞ്ഞയ്ക്കിടുക കേട്ടോ. മഞ്ഞയ്ക്കാണ് ഇട്ട് കൊടുക്കുന്നത്. വേണ്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ വിനാഗിരി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം കായപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അച്ചാറിലല്ലേ ഉപ്പ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം കുറച്ച് നേരം നമുക്കൊന്ന് അടച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ അടച്ച് നന്നായിട്ട് വേവിച്ചൊരു പരിപാടി. അടുത്ത് നമുക്കൊരു ചുമല കളറിൽ അച്ചാറിടാം. ഇത് കറുനാരങ്ങയല്ല കേട്ടോ, നമ്മളിനി ചെറുനാരങ്ങ വെച്ചൊരു അച്ചാറാട്ടോ. ചുവപ്പ് കളറിലിടുക കേട്ടോ. കടുകിട്ടു, ഉലുവ ഇട്ടു, കടുകിട്ടു. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അങ്ങനെയെല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കാം. നമ്മുടെ ഉലുവ ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങളിടുമ്പോൾ കരിയാതെ സൂക്ഷിക്കുക കേട്ടോ. അതിനുശേഷം നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് അതിനകത്ത് നമ്മൾ കട്ടക്കായ ചേർക്കുന്ന കേട്ടോ. കട്ടക്കായം ചേർക്കാം. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക്